ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സേഫായിട്ടിരിക്കുന്നു. ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെൽത്തി റെസിപ്പീസ് അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന മീൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് ഒന്ന് വേഗത്തിൽ കണ്ടിട്ട് വന്നാലോ? കാർബോഹൈഡ്രേറ്റ് പരമാവധി കുറച്ചുകൊണ്ടുള്ള മെനുവാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെയാണ് ഞാൻ കൂടുതലും കഴിക്കാറ്. പരമാവധി കുറച്ചുകൊണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് എന്നല്ല കേട്ടോ, കുറച്ച് അളവിൽ കാർബോഹൈഡ്രേറ്റും കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പുമാവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചിരുന്നത്. അതിലേക്ക് ജീരകവും അതേപോലെ തന്നെ സാധാ ജീരകമാണ്, ഇഞ്ചി, കറിവേപ്പില, അതേപോലെ തന്നെ ചെറിയുള്ളി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അപ്പോൾ ഓട്സ് കൊണ്ടുള്ള സ്മൂത്തീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്, നല്ല എമ്മി ആയിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇന്നത്തെ. അപ്പോൾ ഞാൻ എരിവിന് ആവശ്യമായിട്ട് ഒരു ചെറിയൊരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റും അതേപോലെ തന്നെ ക്യാപ്സിക്കുമാണ്. 2 കളർ ക്യാപ്സിക്കും അതേപോലെ ക്യാരറ്റുമാണ് ചേർത്ത് കൊടുത്തത്. ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയുടെ അളവ് കൂടുന്തോറും നമ്മുടെ ഉപ്പുമാവ് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ വരും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഓൾറെഡി ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കട്ട കൂടിയിരിക്കുന്നത്. ഇളക്കി വഴറ്റി യോജിപ്പിച്ച് വന്നു കഴിയുമ്പോൾ അതൊക്കെ സാധാരണ പോലെ തന്നെ ആയിക്കോളും. പിന്നെ ഞാനതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഓട്സ് ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾ ഓട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ പരമാവധി റോൾഡ് ഓട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോസസ്ഡ് ഓട്സ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നതാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പച്ചക്കറികളൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഒരുപാട് വഴണ്ടി വരേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അപ്പോൾ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ആദ്യം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് റോൾഡ് ഓട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റോൾഡ് ഓട്സ് ആയതുകൊണ്ട് തന്നെ ഏകദേശം 1 കപ്പോളം ചൂടുവെള്ളം എനിക്ക് വേണ്ടി വന്നു. ഇതിന് പകരം നമ്മൾ പ്രോസസ്ഡ് ഓട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും വെള്ളം വേണ്ടി വരത്തില്ല. ഇത് റോൾഡ് ഓട്സ് ആയതുകൊണ്ടാണ് കൂടുതൽ അളവിൽ വെള്ളം വേണ്ടി വന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അതിൽ ഓട്സ് വേവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓട്സ് ആയതുകൊണ്ട് തന്നെ ഒരല്പമെങ്കിലും വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോയിന്ന്. ഇത് ടേസ്റ്റിന് കുറവൊന്നുമില്ല. പിന്നെ കാണുമ്പോൾ നമുക്ക് കുഴഞ്ഞിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇങ്ങനെ എന്താ പറയുക, വിട്ടിരിക്കുന്നതായിരിക്കുമല്ലോ കാണാനിഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ആയി. അതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓട്സ് നന്നായിട്ടങ്ങ് കുക്ക് ചെയ്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഹെൽത്തിയാണ്, പ്രോട്ടീനാണല്ലോ. അതേപോലെ പനീർ, ഒരു ചെറിയ കഷ്ണം പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം മുട്ടയും ഇല്ല പനീറും ഇല്ല. അതുകൊണ്ട് ഓട്സ് മാത്രം ചേർത്താണ് ഞാൻ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. റവ ഉപ്പുമാവിനേക്കാളും എല്ലാത്തിനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് നമ്മുടെ ഓട്സ് ഉപ്പുമാവ് എന്ന് പറയുന്നത്. കാണാനും അതേപോലെ തന്നെ കഴിക്കാനൊക്കെ നല്ല ഒന്നാണ്. ഒരുപാട് പേര് ഇതിന് മുമ്പ് നമ്മൾ ഓട്സ് ഉപ്പുമാവും മുട്ട ചേർത്തിട്ടുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലൊരു റെസ്പോൺസ് തന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇപ്പോഴൊന്നും അല്ല, ഇതിന് മുമ്പത്തെ വെയിറ്റ് ലോസ് ജേർണിയിലായിരുന്നു ഞാനത് കാണിച്ചിരുന്നത്. അപ്പോൾ എൻ്റെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഓട്സ് ഉപ്പുമാവ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ദിവസേന കഴിക്കാനും വളരെ നല്ല ഒന്നാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലോ ഈ ഓട്സ് ഉപ്പുമാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ലഞ്ചായിട്ടും അതേപോലെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്ന ഒന്നാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ബസ്മതി റൈസും 1/2 കപ്പ് കീൻവ എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സഡ് പുലാവാണ് ഇന്നുണ്ടാക്കുന്നത്. കീൻവേനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാം, എഴുതുമ്പോൾ അത് ക്യൂൻവ എന്നാണെന്ന് തോന്നുന്നു, അത് വായിക്കുക QUINOA അതാണ് കേട്ടോ. അപ്പോൾ കീൻവ ഇതേപോലെ തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനോടൊപ്പം കുറച്ച് ബസ്മതി റൈസുകളും ചേർക്കുമ്പോൾ കുറച്ച് കാർബോഹൈഡ്രേറ്റുമായി മാത്രമല്ല, കീൻവ മാത്രമാകുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബസ്മതി റൈസും കൂടെ ചേർത്ത് ഒരുമിച്ചൊരു പുലാവാക്കി എടുക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്ത ശേഷമാണ് ഡ്രെയിൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ബസ്മതി റൈസും 1/2 കപ്പ് കീൻവേങ്ങളും കൂടിയിട്ട് കഴുകി വൃത്തിയാക്കി 15 മിനിറ്റ് സോക്ക് ചെയ്തു. അത് ഞാനവിടെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാളയും അതേപോലെ തന്നെ ക്യാരറ്റും, ഒരു ചെറിയ ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒലിവ് ഓയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയില്ല, അപ്പുറത്തെ അടുപ്പത്ത് ബീഫ് കിടന്ന് വേവുന്നുണ്ട്. അതെനിക്കുള്ളതല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ നാട്ടിലെ പള്ളിയിലെ നേർച്ചതിൽ ഞങ്ങൾക്ക് ഇവിടെ ബീഫൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു ആഗ്രഹം ബീഫ് റോസ്റ്റ് കഴിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് അവിടെ അടുപ്പത്തുണ്ട്. അതെനിക്കുള്ളതല്ല, അത് ചെയ്യാനുള്ളതാണ്. പുലാവ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും അതേപോലെ തന്നെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാനതിലേക്ക് നന്നായിട്ട് കുതിർത്ത ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. ഈ ഗ്രീൻ പീസിന് പകരം വേണമെങ്കിൽ നമ്മുടെ വെള്ളക്കടല കുതിർത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഒരു ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിക്കുന്നത്. ഇവിടെ കൂടുതലും നമുക്ക് ഫ്രോസൺ ആണ് കിട്ടാറുള്ളത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് ഈ ഒരു ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പൊടികളൊന്നുമില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വളരെ കുറച്ച് അളവിൽ മാത്രമാണ് പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പുലാവ് വേറെ കറികളൊന്നും ഇല്ലാതെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് കിട്ടണമല്ലോ. ഇതിപ്പോൾ കുതിർത്തിട്ട് മാത്രമുള്ളൂ, അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഗ്രീൻ പീസ് വേവാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കുക്കറിൽ ഇപ്പോൾ ഗ്രീൻ പീസ് സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, വേവിച്ച ഗ്രീൻ പീസ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1 പോട്ട് പോലെ ഉണ്ടാക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നില്ല. ഇനി അഥവാ നിങ്ങൾ ഓൾറെഡി വേവിച്ച ഗ്രീൻ പീസ് ആണെങ്കിലും ഈ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് വേവിക്കാത്തതായതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് സോക്ക് ചെയ്തതായതുകൊണ്ട് ഇത്രയും വെള്ളത്തിൽ മൂടി വെച്ചൊരു 5 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഞാൻ 2 ആഴ്ച കൊണ്ട് എത്രമാത്രം വെയിറ്റ് കുറച്ചു എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ഏതൊക്കെ റെസിപ്പീസാണ് നിങ്ങൾ ഫോളോ ചെയ്തത്, എക്സസൈസ് ഏതൊക്കെയാണ്, എന്തൊക്കെ റൊട്ടീനാണ് ഫോളോ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത വീഡിയോസ് അധികം ആൾക്കാർ കണ്ടിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് കുറച്ച വീഡിയോയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തതെന്ന് മനസ്സിലാവാതിരുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് മുതലുള്ള ഞാൻ ഫോളോ ചെയ്ത റെസിപ്പീസും എക്സസൈസും ഒക്കെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഏകദേശം തീരാനുള്ള സമയമായി. ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു വെയിറ്റിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം വൈകാതെ ഞാൻ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി അവസാനിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന കീൻവ അതേപോലെ തന്നെ ബസ്മതി റൈസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. ബസ്മതി റൈസും അതേപോലെ തന്നെ കീൻവയ്ക്കൊന്നും ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ റൈസ് വേവിക്കുന്ന പോലെ തന്നെ വേവിക്കുന്നതിൻ്റെ ഒപ്പം കീൻവയും നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കീൻവയും 1/2 കപ്പ് ബസ്മതി റൈസുമാണ് എടുത്തിരുന്നത്. അപ്പോൾ ടോട്ടൽ 1 കപ്പ്. അതിനൊപ്പം അതിനാവശ്യമായിട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് സാധാരണ റൈസ് വെന്ത് കിട്ടുന്ന പോലെ തന്നെ കീൻവയും റൈസും ഒക്കെ നമുക്ക് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ 1 കപ്പ് ടോട്ടൽ നമ്മുടെ കീൻവയും റൈസിനും ആനുപാതികമായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് 1.5 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ.
അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു, വെള്ളം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തിള വന്ന് കഴിയുമ്പോൾ മൂടി വെച്ചിട്ട് ഗ്യാസ് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. തിള വന്ന ശേഷം മൂടി വയ്ക്കാം, ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഒരു 12 to 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ റൈസും അതേപോലെ തന്നെ നമ്മുടെ കീൻവയും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വെള്ളം കുറവാണോ അല്ലെങ്കിൽ ഒന്ന് അടുക്കി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 12 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം. അതേപോലെ സാധാരണ വീഡിയോ വരുന്നൊരു ദിവസമല്ല ഈ ഒരു വീഡിയോ വരുന്നതെന്ന് എനിക്കറിയാം. കുറച്ച് തിരക്കായിപ്പോയി. തിരക്കെന്നല്ല, ഞങ്ങളൊരു യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒക്കെ താമസം വന്നു. അതാണ് ഇന്നത്തേക്ക് വീഡിയോ ആയത്. നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ ചാനൽ ഇപ്പോൾ അവിടെ പെൻഡിങ്ങിലാണെന്നറിയാം. വരുന്നുണ്ട് വീഡിയോസെല്ലാം പയ്യെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ റൈസും അതേപോലെ തന്നെ കീമയും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പുലാവ് റെഡി ആയി കഴിഞ്ഞു. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു പുലാവാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു 1 പോട്ട് ഡിന്നറോ ലഞ്ചോ എന്നൊക്കെ എന്ത് വേണേലും വിളിക്കാം കേട്ടോ. അപ്പോൾ അത്തരത്തിലൊന്നാണിത്. അതേപോലെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് കീൻവയുടെ റെസിപ്പീസ് കാണിക്കാമോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കീൻവ എന്താ പറയുക, അത് മാത്രമായിട്ട് ഞാൻ സൂപ്പും അല്ലെങ്കിൽ അതേപോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ 1-2 എണ്ണം ഇതിന് മുമ്പുള്ള വെയിറ്റ് ലോസ് ജേർണിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ കീൻവയ്ക്ക് വേറൊരു ടേസ്റ്റും ഒരു സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് ഇങ്ങനെ ഒരു മിക്സഡായിട്ട് നമ്മുടെ ബസ്മതി റൈസും അതേപോലെ തന്നെ കീൻവയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് കൂടിയിരിക്കും നമ്മൾ റൈസും കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ റൈസ് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് കീൻവ ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കാർബോയും കൂടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടാണ് അതും കൂടെ ചേർത്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ എമ്മി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ളൊരു 1 പോട്ട് ഡിന്നറും നമുക്ക് റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.